അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചിന്നപ്പാറക്കുടിയിൽ വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ കുടിനിവാസികൾ കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നതായും കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുന്നതായും കൃഷിനാശം വരുത്തുന്നതായുമാണ് പരാതി. വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചിന്നപ്പാറക്കുടിയിലാണ് വന്യമൃഗശല്യം രൂക്ഷമായി ജനങ്ങൾ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലുള്ളത്. നാളുകളായി കാട്ടാന, കാട്ടുപന്നി, മ്ലാവ്, കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് കുടിനിവാസികൾ. കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗശല്യം മൂലം വലിയ കൃഷിനാശമാണ് പ്രദേശത്തുണ്ടാവുന്നത്. വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്കിറങ്ങിയതോടെ പലരും കൃഷി ഉപേക്ഷിക്കുകയും കൃഷിഭൂമികളെല്ലാം തരിശുഭൂമിയായി കിടക്കുന്നതായും ഊരുമൂപ്പൻ രാജു പറയുന്നു. കൃഷി ചെയ്യാൻ പറ്റാത്തൊരു കാലങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മ്ലാവ്, കേഴ, അതുപോലെ ഈ പന്നി ഏറ്റവും കൂടുതൽ ശല്യമുള്ളൊരു മേഖല. ഇപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തരിശായിട്ട് കിടക്കുന്നു. അതുപോലെ നമുക്ക് ട്രെഞ്ച് ഉണ്ടെങ്കിലും പോലും അത് പ്രാധാന്യത്തിൽ ഇതുവരെ ഉൾക്കൊള്ള മെയിൻ്റനൻസ് ചെയ്യുവാൻ നമ്മൾ പറഞ്ഞിട്ട് പോലും ഇതുവരെ അതൊന്നും ഒരു നടപടിയുമായിട്ടില്ല. അപ്പോൾ ഈ കാട്ടിലിരുന്നാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് കൃഷി ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ തരിശായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലങ്ങളായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിവിധ കൃഷികൾ ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന ചിന്നപ്പാറക്കുടി നിവാസികൾക്ക് തങ്ങളുടെ ഉപജീവനമാർഗം ഇല്ലാതാകുന്ന അവസ്ഥ തുടരുകയാണ്. കാടുവിട്ടിറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയുവാനും തങ്ങളുടെ കൃഷികൾ സംരക്ഷിക്കപ്പെടുവാനും വനംവകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നും കുടിനിവാസികൾ ആവശ്യപ്പെട്ടു. പന്നിശല്യം കാരണം ഞങ്ങൾക്കിപ്പോൾ ഈ കൃഷികളൊന്നും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായി കൃഷിനാശം സംഭവിക്കുന്നത് പതിവ് കാഴ്ചയാണ്. വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.